പ്രൈസ് ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഞാൻ കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വളരെ ജാഗ്രതയിലായിരിക്കുക. കാരണം വലിയ വലിയ സ്നേഹം പിതാവ് നമ്മളെ കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് 3-ാമത്തെ ദിവസമാണ് ഉപവാസത്തിൻ്റെ. 21 ദിവസം ഉപവാസമാണ്. ജൂൺ 1 മുതൽ ഉപവാസത്തിലാണ്, 21 ഡേയ്സ്. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 2 ദിവസവും ഭയങ്കര ആത്മഭാരമാണ്. ഇതുവരെയും ഈ 17 വർഷത്തിൽ ഉണ്ടാകാത്ത ഇങ്ങനൊരു ആത്മഭാരം വന്നിട്ടില്ല. ഇതൊരു ഭയങ്കര ഹെവിനെസ്സാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് സ്പിരിറ്റ് ഈസ് ഗ്രോണിങ്. ഹല്ലേലൂയ. അത്രമാത്രം മക്കളും ഹസ്ബൻഡും ഒക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കരമായി നിലവിളിച്ച് ആ ഹെവിനെസ് റിലീസ് ചെയ്ത് ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലിറ്ററലി നിലവിളിച്ച് കരയാണ്. ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ കരയുന്നത് പോലെ ഭയങ്കരമായിട്ട് കരയുകയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹേർട്ട് ഉണ്ടാകുമ്പോൾ കരയുന്നത് പോലെ. ഈ 2 ദിവസവും ഞാൻ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്, സൂം മീറ്റിങ്ങിലും പറയുന്നുണ്ട്. എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയില്ല. ഭയങ്കര ആത്മഭാരത്തോടുണ്ട്. പക്ഷേ ഒരു വിഷൻസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നും അതുപോലെ തന്നെ രാവിലെ തൊട്ട് അതേപോലെ ഒരു ഷക്കൈന മൂടി നിൽക്കുന്ന ഒരു അനുഭവം. പെട്ടെന്ന് ഹസ്ബൻഡ് പോയതിന് ശേഷം ലിറ്ററലി ഞാൻ കിച്ചണിൽ നിന്ന് കരയുകയാണ്. ബാക്കി ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് മുട്ടുമടക്കി ഭയങ്കര, ആദ്യത്തെ ദിവസം അതിൻ്റെ 2-ാമത്തെ ദിവസത്തിൻ്റെ വേരിയേഷൻ കൂടി, 3-ാമത്തെ ദിവസം വോൾക്കാനോ പൊട്ടി പുറപ്പെട്ടതുപോലെ ഭയങ്കരമായ ഒരു ദർശനവും ദൈവം എനിക്ക് കാണിക്കുവാൻ തന്നെ. ദർശനം ഇപ്രകാരമാണ്. ഭയങ്കരമായ ഒരു നല്ല സ്ഥലമാണ്, നല്ലൊരു ഭൂമിയാണ്, വിളവുള്ളൊരു ഭൂമി. നമ്മുടെ നാട്ടിലൊക്കെ കിച്ചൻ്റെ സൈഡിലാകുമ്പോൾ നല്ല വെറ്റായിട്ടും നല്ല ഈർപ്പമുള്ള നല്ല ഒരു സ്ഥലം, നല്ല ചരലും മണലും ഒക്കെ ഉണ്ട്. നല്ല പുഷ്ടിയുള്ളൊരു മണ്ണാണ്. ആ മണ്ണ് ഒരു സ്ഥലമാണ്, വലിയൊരു സ്ഥലമാണ്. അവിടെ 2 മരങ്ങൾ വീണ് കിടക്കുകയാണ്. വളരെ ആഴത്തിൽ അതിനെ നോക്കിയപ്പോൾ ഒരു മരത്തിന്, മരങ്ങൾ എന്ന് പറയാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കറിവേപ്പൊക്കെ അതിൻ്റെ കമ്പ് പോലെ, അത്ര സ്ട്രോങ് കമ്പുമല്ല, എന്നാൽ കമ്പാണത്. അതുപോലെ ഈ 2 ചെടികൾ, മരങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഞാനത് നിങ്ങൾക്ക് പിക്ചർ ഇടുന്നുണ്ട്. ആ വീണ് കിടക്കുന്നതിൽ ഒരെണ്ണത്തിൻ്റെ വ്യത്യാസം, 2 വ്യത്യാസമാണ്. ഒന്ന്, മണ്ണുണ്ട്, ആ വേര് മണ്ണോട് കൂടി ഇരിക്കുകയാണ്, പക്ഷെ അത് വീണ് കിടക്കുകയാണ്. അതിൻ്റെ വേരിൽ മണ്ണ് ഉണ്ട്. കുറച്ച് വേര് താഴോട്ട് പോയിട്ടുണ്ട്, പക്ഷേ കുറച്ച് വേരുകൾ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ 85% വേര് പുറത്താണ്, 15% വേര് അകത്തുണ്ട്. പക്ഷെ അത് വീണ് കിടക്കുകയാണ്. ഇല അതുകൊണ്ട് വാടിപ്പോയിട്ടില്ല, കുറച്ച് അതിൻ്റെ അത്രേ എനർജിയേ ഉള്ളൂ. അങ്ങനെയാണ് ഒരു ചെടി കിടക്കുന്നത്, ഒരു മരം കിടക്കുന്നത്. 2-മത്തേത് കംപ്ലീറ്റ് ആയിട്ട് വേര് മണ്ണിൻ്റെ അകത്ത് തന്നെയാണ്. നമുക്ക് വേര് പുറത്തൊന്നും വന്നിട്ടില്ല, വേര് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മണ്ണിനും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ. പക്ഷേ ഭയങ്കര കാറ്റിൽ ഇങ്ങനെ ചരിഞ്ഞ് വീണ് കിടക്കുന്നത് പോലെ അത് വീണ് കിടക്കുകയാണ്. അതിൻ്റെ മേല ഇതുപോലൊരു വാട്ടം, ചെറിയൊരു ഫ്രഷ് തന്നെയാണെങ്കിലും അത്ര ബ്യൂട്ടിഫുൾ അല്ല കാണാനായിട്ട്. ഇങ്ങനെ 2 ചെടികളെ അല്ലെങ്കിൽ മരങ്ങളെയാണ് ദൈവം എനിക്ക് ദർശനത്തിലൂടെ കാണിച്ചത്. ഇമ്മീഡിയറ്റ്ലി ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. 2021 ദൈവാത്മാവ് എനിക്ക് ഫാസ്റ്റിങ്ങിൻ്റെ 19-ാമത്തെ ദിവസത്തിൽ തന്ന ദർശനമാണ്. 2020 മുതലാണ് എന്നെ ജയിലിൽ നിന്നും റിലീസ് ചെയ്യുന്നത് പോലെ 10 വർഷത്തെ കാരാഗ്രഹ അവസ്ഥയ്ക്ക് ശേഷം, എന്ന് പറഞ്ഞാൽ വീട്ടിൽ തടങ്കൽ, കർത്താവിനെ വിളിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പറ്റാത്ത അനുഭവത്തിലൂടെ ദർശനം കണ്ട് ജോസഫ് ജയിലിലായതുപോലെ ഞാനും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ കെട്ടപ്പെട്ടവളെ പോയി. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ഇടയായതും എല്ലാ ട്രെയിനിങ്ങിലൂടെയും കർത്താവ് കടത്തിവിട്ടത്. 2020 ഈ കൊറോണ വരുമ്പോഴാണ് സൂം മീറ്റിംഗ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നതും അതിലൂടെ അനേകരെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയതും. 2021 ദൈവം തന്നൊരു ദർശനമാണ്. 19-ാമത്തെ ദിവസം വലിയൊരു ട്രെയിൽ കുറേ വിത്തുകൾ പാകിയിരിക്കുകയാണ്, നെല്ല് പോലത്തെ. അത് പറിച്ച് നടാൻ പാകമായ സമയത്ത് ആ നെല്ലെല്ലാം ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുകയാണ്, ഒരുമിച്ച് നിൽക്കുകയാണ്. ഞാറ് നടാനുള്ളതാണ്. എന്നിട്ട് അതിൽ നിന്നും കർത്താവപ്പച്ചൻ പെട്ടെന്ന് വന്നിട്ട് ആകാശമേഘത്തിലൂടെ, ആ മേഘത്തിലാണ് കാണുന്നത്, ഇങ്ങനെ ആ അറ്റ്മോസ്ഫിയറിലാണ് ആ ട്രേ ഇരിക്കുന്നു. വേഗത്തിൽ കൈ കൊണ്ട് അത് കുറച്ച് പറിച്ചിട്ട് അതിൽ നിന്നും ഒരു
വിത്തെടുത്ത് ഒരു തൈ എടുത്തിട്ട് ഇതിനെ കെട്ടിയിട്ട് ഇങ്ങനെ കിഴി നമ്മുടെ കയ്യിലേക്ക് തരുന്നത് പോലെ ഐ ട്രസ്റ്റ് യു, ഇവരെ നീ വളർത്തുക, കരുതുക, ഉറപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ഗ്ലോബിൻ്റെ അകത്ത് ഗ്ലോബിനെ വിഴുങ്ങുവാനായിട്ട് അലറുന്ന സിംഹം പോലെ പല്ലൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ ഈ ഗ്ലോബിനെ വിഴുങ്ങാനായിട്ട് അതിൻ്റെ വായുടെ ആ ഗ്ലോബിൻ്റെ അടുത്തേക്ക് വായും തുറന്നിരിക്കുന്ന ഒരു സിംഹത്തെയാണ് കാണിച്ചത്. അന്ന് മുതൽ ഈ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്, ഈ വിഷയത്തെ ഓർത്ത് ദൈവത്തിനോട് അടുത്ത് ഇരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയുള്ളവരെ ഉണർത്തുവാനായി അത് തന്നെയാണ് ഇന്ന് ദൈവം കാണിക്കുവാനിടയായത്. സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകുന്നു, അത് തക്ക കാലത്ത് ഫലം കായ്ക്കും, അതിൻ്റെ ഇല വാടുകയുമില്ല. അപ്പം ദൈവത്തിനോട് ചേർന്ന് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളൊന്നും ഒരിക്കലും അത് വീണു പോകത്തില്ല. അതെപ്പോഴും അതിൻ്റെ അകത്ത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് കാണിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തുള്ള വിശ്വാസികളെക്കുറിച്ചാണ്. കാരണം എല്ലാം കറപ്റ്റഡായി പോയിരിക്കുന്ന ഒരു സഭയാണ് ദൈവം കാണിക്കുന്നത്. വിശ്വാസികളാണ് പാട്ടിനും കൂത്തിനും അതിനും ഇതിനും നമ്മൾ ഫേമസ് ആകാനും ഓട്ടക്കളത്തിൽ മൈക്ക് പിടിക്കാനും ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ 5 കന്യകമാരെ പോലെ ഉറപ്പിക്കുവാൻ നമ്മൾ മറന്നുപോയി. അവനിൽ വേരൂന്നിയും പണിയപ്പെട്ടും വിശ്വാസത്തിൽ ഉറക്കിപ്പെട്ടും ഇരിക്കുവിനെന്നാണ് കൊലോസ്യലേഖൻ 2:7 പറഞ്ഞത്. അപ്പം കർത്താവിൽ വേരൂന്നാത്തതൊക്കെയാണ് ഈ വീണ് കിടക്കുന്നത്. കർത്താവിൽ പണിയപ്പെടാത്തതാണ് ഈ വീണ് കിടക്കുന്നത്. വിശ്വാസത്തിൽ ഉറയ്ക്കാത്തതാണ് ഈ വീണ് കിടക്കുന്നത്. കർത്താവിൽ ഇരിക്കാത്തതാണ് ഈ വീണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വേര് പോയി, പണിയപ്പെടാൻ അവർ ആഗ്രഹിച്ചില്ല, വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടാൻ അവർ ആഗ്രഹിച്ചില്ല, കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. യേശു കർത്താവ് അതാണ് പറഞ്ഞത് ഗെത്സമനയിൽ, നിങ്ങൾക്ക് കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലേ എന്ന്. ഇപ്പോഴാണ് ദൈവമക്കളെ ആ സമയം. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് പറഞ്ഞ് വരികയാണ്. 5 കന്യകമാരെ പോലെ നമ്മൾ വിട്ടുപോകാതെ ഉണർന്ന് ഈ സമയത്ത് എഴുന്നേൽക്കേണ്ട സമയമാണ്. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അവൻ വീണുപോയതാ. എന്നാൽ അവൻ്റെ ഹൃദയം കർത്താവിനോട് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിരുന്നതുകൊണ്ട് അവൻ കരഞ്ഞ് മാനസാന്തരപ്പെട്ട് വീണ്ടും എഴുന്നേറ്റു. ഈ കിടക്കുന്നതെല്ലാം ഇതുപോലുള്ള അവസ്ഥയിലൂടെ പോയതായിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, തളർന്നിരിക്കുന്നു, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ച് നിങ്ങൾ അങ്ങ് വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നുവെങ്കിൽ ഇതെല്ലാം നമ്മളെ പണിയുവാനാണ്. ഈ ദിവസത്തിൽ ഉപവാസ ദിവസത്തിൽ യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്. യൂദാസ് യേശുവിനോടൊപ്പം നടന്നെങ്കിലും ഉള്ളിൽ ദൈവത്തോടുള്ള അവൻ്റെ യഥാർത്ഥ ബന്ധം അവനില്ലായിരുന്നു. പലരും ഇന്ന് നടക്കുകയാണ്, വിശ്വാസികളാണ്, ദേവദാസന്മാരാണ്, അപ്പോസ്തലന്മാരാണ്, ടീച്ചേഴ്സാണ്, എല്ലാം പറഞ്ഞിട്ട് റിച്വൽസിനെ കാണിച്ചുകൊണ്ട് തലയിൽ തുണിയിട്ടും വെള്ളയുടുപ്പിട്ടും ബൈബിളും പിടിച്ചും മൈക്കും പിടിച്ച് വിശ്വാസികൾ പ്രവചനവും പറഞ്ഞിട്ട്, പക്ഷേ ഒടുവിൽ അവൻ നശിച്ചുപോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളോട് പറയാണ്, ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നത് കൊടുങ്കാറ്റുകൾ വരും, പരീക്ഷണങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. കാരണം ദൈവമക്കളെ, ദൈവത്തിൻ്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ ഇറക്കിക്കൊണ്ട് വന്നപ്പോഴാണ് അമോന്യർ എതിരായിട്ട് വരുന്നത്. ദൈവം ഓരോ വഴിയിലും ഓരോരുത്തരെ വെച്ചിട്ടുണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട്. എന്തിനാണെന്നറിയാമോ? അവർ ജയിക്കാൻ വേണ്ടി. അവസാനം വരെയും ഇസ്രായേലിന് യുദ്ധമുണ്ട്, അവസാനം വരെയും ഒരു ദൈവപൈതലിന് യുദ്ധമുണ്ട്. ആ യുദ്ധത്തിലൊക്കെ നീ ജയിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കണം, മനുഷ്യരോട് ചേർന്ന് നടക്കാതെ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. പ്രശ്നത്തിൽ നട്ടുകാരെ വിളിച്ച് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തോട് പറയുവാൻ പഠിക്കണം. ജാഗ്രതയോടെ പ്രാർത്ഥിക്കാം, വചനത്തിൽ ഉറച്ചു നിൽക്കണം. ഏത് കൊടുങ്കാറ്റ് വന്നാലും വീഴാത്ത വൃക്ഷങ്ങളാകുവാനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പച്ച ഈ ഒരു ദർശനം ആരെല്ലാമാണോ കർത്താവെ വീണ് കിടക്കുന്നത് അവരെല്ലാം എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. കർത്താവെ, നിന്റെ വാരവാസന്നമായിരിക്കുന്നു. അവിടെയും ഇവിടെയുമൊക്കെയും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഭയങ്കരമായ രാജ്യങ്ങളോട് എതിർത്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെല്ലാം ക്ഷാമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പീഡനത്തിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നു, ക്ഷാമത്തിലൂടെ കടന്നു പോകുന്നു, മഹാമാരിയിലൂടെ കടന്നു പോകുന്നു. ഈറ്റുനോവിൻ്റെ അനുഭവമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഏത് സമയത്തും ദൈവസഭ എടുക്കപ്പെടുമല്ലോ കർത്താവെ. നോഹയുടെ കാലത്ത് കല്യാണം കഴിച്ചും ഇരുന്നും കുടിച്ചും ആമേൻ മനുഷ്യർ പോന്നു. പക്ഷേ ജലപ്രളയം വന്നത് അവരറിഞ്ഞില്ല. ഇതൊരു അലേർട്ടാണല്ലോ കർത്താവെ. ഈ അലേർട്ടിൽ ഉണരുവാൻ, ഹല്ലേലൂയ, ഏത് പ്രശ്നത്തിലും നിന്നോട് സംസാരിക്കുവാൻ, നിവർന്ന് നിൽക്കുവാൻ, നരിയാണികളെ ഉറപ്പിക്കുവാൻ, ആറ്റിരികമായിരിക്കുന്ന നിന്നിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ എൻ്റെ ജനത്തെ പഠിപ്പിക്കണമേ കർത്താവെ. ഹല്ലേലൂയ.
അവരെല്ലാം എഴുന്നേൽക്കട്ടെ. കൊടുങ്കാറ്റുകളെ ജയിക്കുവാനുള്ള കൃപയെ കൊടുക്കണമേ. ഒരു ഈഗിൾ, ഒരു കഴുകൻ, ആ കാറ്റ് എത്രമാത്രമാണോ ആ കാറ്റിൻ്റെ കൂടെ തന്നെയാണ് അവൻ പറക്കുന്നത്, മറ്റുള്ള കിളികളൊക്കെയും പേടിച്ചോടുമ്പോഴേ. ഹല്ലേലൂയ. അതുപോലെ കഴുകന്മാരായി എല്ലാവരും, എല്ലാ വിശ്വാസികളും കർത്താവിനോട് ചേർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. യോബിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് 3 കൂട്ടുകാരെ കൊണ്ടുവന്നു. അവരാദ്യം നല്ലതുപോലെ ഇരുന്നിട്ട് പിന്നെ അവരിലൂടെ യോബിനെ ഉടച്ചതുപോലെ ഞങ്ങളുടെ കൂട്ടാളികളിലൂടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ, ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ, മറ്റുള്ളവരിലൂടെയൊക്കെ ഞങ്ങളെ നീ എപ്പോഴും ഉടയ്ക്കുന്നതിനായി സ്തോത്രം. പിശാചിന് സമാധാനമില്ല. ഞങ്ങളുടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അമോന്യർ വരുന്നത് പോലെ, മറ്റുള്ള യുദ്ധങ്ങൾ വരുന്നത് പോലെ ഞങ്ങളെ ഓരോ യുദ്ധത്തിലും നീ ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ യുദ്ധം പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ബിലിയാമ് ദൈവം പറയാത്തതൊന്നും പറയാഞ്ഞതുകൊണ്ട് ബാലാക്കിന് ദേഷ്യം വന്നതുപോലെ ഈ ജനങ്ങൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ യഥാർത്ഥമായ ദൈവമക്കൾ ഉറച്ചു നിൽക്കും, അല്ലാത്തവരൊക്കെയും വീണു പോകും. ദൈവമക്കളെ ഉണരുക, ഇത് അന്ത്യകാലമാണ്. റൈസ് ആൻഡ് ഷൈൻ ഫോർ ദ കിങ്ഡം. ഹല്ലേലൂയ. ഇതൊരു ആഹ്വാനമാണ് നിങ്ങൾക്ക്, ഇതൊരു വാർണിംഗ് ആണ് നിങ്ങൾക്ക്. ഉണരുക, കർത്താവിൻ്റെ വരവ് ആസന്നമായി. നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ്.